പശ്ചിമേഷ്യയിൽ യുദ്ധഭീഷണി ഉയരുമ്പോൾ അത് സൈനിക രംഗത്തേക്ക് മാത്രം പരിമിതപ്പെടുന്നില്ല. സാമ്പത്തിക ലോകത്തെയും അതിന്റെ തരംഗങ്ങൾ ശക്തമായി ബാധിക്കുന്നു. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയുടെ സാമ്പത്തിക തലസ്ഥാനമായി മാറിയ ദുബായ് പോലുള്ള നഗരങ്ങൾ ഇത്തരം സംഘർഷങ്ങളോട് അതീവ സംവേദനക്ഷമമാണ്. അടുത്തിടെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്ക് ശേഷം ഗൾഫ് മേഖലയിലെ നിക്ഷേപകരുടെ മനോഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതിന്റെ തെളിവാണ്. കഴിഞ്ഞ ആഴ്ച ദുബായിൽ താമസിക്കുന്ന 2 ഇന്ത്യൻ സംരംഭകർ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് $1,00,000 അതായത് ഏകദേശം 91 ലക്ഷം രൂപ സിംഗപ്പൂരിലേക്ക് മാറ്റാൻ ശ്രമിച്ചത് ഈ ആശങ്കയുടെ പ്രതീകമാണ്. ഇറാനിയൻ ആക്രമണത്തിന് പിന്നാലെയുണ്ടായ സാങ്കേതിക തകരാറുകൾ കാരണം തുടക്കത്തിൽ ആ പണം കൈമാറ്റം ചെയ്യാനുള്ള ശ്രമം പരാജയപ്പെട്ടുവെന്ന് അവർ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിനോട് വെളിപ്പെടുത്തി. എന്നാൽ പിന്നീട് എമിറേറ്റ്സ് ആസ്ഥാനമായുള്ള മറ്റൊരു ബാങ്കിന്റെ സഹായത്തോടെ തുക സിംഗപ്പൂരിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ ഒരാൾക്ക് സാധിച്ചു. ഈ സംഭവങ്ങൾ ഒറ്റപ്പെട്ടതല്ലെന്നാണ് സാമ്പത്തിക ഉപദേഷ്ടാക്കളും നിയമവിദഗ്ധരും പറയുന്നത്. അമേരിക്കയും ഇസ്രായേലും ഇറാനുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ ശക്തമാകുമെന്ന ആശങ്ക ഉയരുന്നതിനാൽ ദുബായിൽ പാർക്ക് ചെയ്തിരിക്കുന്ന സമ്പത്തുകൾ സിംഗപ്പൂരിലേക്കും ഹോങ്കോങ്ങിലേക്കും മാറ്റാനുള്ള നീക്കങ്ങൾ സമ്പന്നരായ ഏഷ്യൻ നിക്ഷേപകരിൽ വർദ്ധിച്ചുവരികയാണ്. സാധാരണയായി സമ്പന്നർ അവരുടെ നിക്ഷേപങ്ങൾ വിവിധ രാജ്യങ്ങളിലും ആസ്തി വിഭാഗങ്ങളിലും വ്യാപിപ്പിക്കാറുണ്ട്. എന്നാൽ ഈ സാഹചര്യത്തിൽ സുരക്ഷയും ഭൗമരാഷ്ട്രീയ സ്ഥിരതയും നികുതി ആനുകൂല്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം നേടുന്നുവെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ദുബായ് ഏഷ്യയിലെ സമ്പന്ന കുടുംബങ്ങൾക്കും സംരംഭകർക്കും ഏറെ ആകർഷകമായ ഒരു സമ്പദ് കേന്ദ്രമായി വളർന്നിരുന്നു. പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള നിരവധി ബിസിനസ്സുകാരും നിക്ഷേപകരും അവരുടെ ആസ്തികൾ ദുബായിലേക്ക് മാറ്റിയിരുന്നു. നികുതി ആനുകൂല്യങ്ങൾ, ബിസിനസ് സൗഹൃദ നയങ്ങൾ, ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാണ് ഈ പ്രവണതയ്ക്ക് പിന്നിലെ പ്രധാന കാരണങ്ങൾ. കൂടാതെ റിയൽ എസ്റ്റേറ്റ്, അടിസ്ഥാന സൗകര്യ മേഖലകളിലുണ്ടായ വൻ വളർച്ച ഗൾഫ് മേഖലയെ ആഗോള നിക്ഷേപകർക്കുള്ള പ്രധാന കേന്ദ്രമായി മാറ്റിയിട്ടുണ്ട്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ബാങ്കിംഗ് ധനകാര്യ മേഖലയുടെ മൊത്തം ആസ്തി 5.42 ട്രില്യൺ ദിർഹം കടന്നതായി രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്ക് അടുത്തിടെ അറിയിച്ചു. ഇതിലൂടെ യുഎഇയുടെ സാമ്പത്തിക ശക്തിയും ആഗോള ധനകാര്യ കേന്ദ്രമായുള്ള സ്ഥാനവും വ്യക്തമാണ്. എന്നാൽ ദുബായിലും അബുദാബിയിലും നടന്ന ആക്രമണങ്ങൾ ഈ സുരക്ഷിത നിക്ഷേപ കേന്ദ്രം എന്ന പ്രതിച്ഛായയെ ചില നിക്ഷേപകരുടെ മനസ്സിൽ സംശയാസ്പദമാക്കിയിരിക്കുകയാണ്. സിംഗപ്പൂർ ആസ്ഥാനമായുള്ള സ്വകാര്യ സമ്പദ് അഭിഭാഷകൻ റയാൻ ലിൻ പറയുന്നത് ശ്രദ്ധേയമാണ്. ദുബായിൽ താമസിക്കുന്ന എന്റെ 20 ക്ലയന്റുകളിൽ 6-7 പേർ ഈ ആഴ്ച തന്നെ എന്നെ ബന്ധപ്പെട്ടു. ഓരോരുത്തർക്കും ശരാശരി $50 മില്യൺ, അതായത് ഏകദേശം 415 മുതൽ 420 കോടി രൂപ വരെ മൂല്യമുള്ള ആസ്തികളാണുള്ളത്. ഇവരിൽ 3 പേർ ഉടൻ തന്നെ ആസ്തികൾ സിംഗപ്പൂരിലേക്ക് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ചിലർ എത്ര വേഗത്തിൽ എല്ലാം സിംഗപ്പൂരിലേക്ക് മാറ്റാനാകും എന്നതിനെക്കുറിച്ച് തന്നെ അന്വേഷിക്കുകയാണ്. ആഗോള കോർപ്പറേറ്റ് ഫണ്ട് സേവനദാതാക്കളായ ആൻഡേഴ്സൺ ഗ്ലോബലിലെ പ്രിൻസിപ്പൽ ഐറിസ് സുവും സമാനമായൊരു പ്രവണത ചൂണ്ടിക്കാട്ടുന്നു. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ആസ്തികൾ സിംഗപ്പൂരിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് ഈ ആഴ്ച മാത്രം 10-20 ഫാമിലി ഓഫീസുകൾ അന്വേഷണം നടത്തിയെന്ന് അവർ പറഞ്ഞു. സമ്പന്നരുടെ പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ഈ ഫാമിലി ഓഫീസുകൾ വലിയ സാമ്പത്തിക നീക്കങ്ങളുടെ സൂചനകളായി കണക്കാക്കപ്പെടുന്നു. സിംഗപ്പൂർ ആസ്ഥാനമായുള്ള ഒരു സമ്പദ് മാനേജ്മെന്റ് ഉപദേഷ്ടാവ് പറയുന്നതനുസരിച്ച് യുഎഇ ആസ്ഥാനമായുള്ള 13 ക്ലയന്റുകളുമായി ഇതിനകം സംസാരിച്ചിട്ടുണ്ടെന്നും അവരിൽ പകുതിയിലധികം പേർ ആസ്തികൾ സിംഗപ്പൂരിലേക്ക് മാറ്റുന്നത് ഗൗരവമായി കരുതുന്നുണ്ടെന്നും പറയുന്നു. സംഘർഷം നാളെ അവസാനിച്ചാലും മുന്നോട്ടും പിന്നോട്ടും യാത്ര ചെയ്യുന്നത് തന്നെ വലിയ വെല്ലുവിളിയാകും. ഇതാണ് നിക്ഷേപകരെ ആശങ്കപ്പെടുത്തുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ എല്ലാവരും ഇതിനെ ഉടനടി മൂലധന പലായനമായി കാണുന്നില്ല. ദുബായ് ആസ്ഥാനമായുള്ള സമ്പദ് മാനേജ്മെന്റ് ഗ്രൂപ്പായ WRISE പ്രൈവറ്റ് മിഡിൽ ഈസ്റ്റിന്റെ സിഇഒ ധ്രുബജോനി സെൻഗുപ്ത പറയുന്നത് തന്റെ ക്ലയന്റുകൾ യുഎഇയുടെ ദീർഘകാല സാമ്പത്തിക പ്രതിരോധശേഷിയിൽ ഇപ്പോഴും ആത്മവിശ്വാസം പുലർത്തുന്നുവെന്നാണ്. പല നിക്ഷേപകരും ഇതിനകം തന്നെ ആഗോളതലത്തിൽ വൈവിധ്യവൽകൃത പോർട്ട്ഫോളിയോകൾ കൈവശം വെച്ചിരിക്കുന്നതിനാൽ അവർ അടിയന്തര നീക്കങ്ങൾ നടത്താൻ തയ്യാറാകുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. യുഎഇ കേന്ദ്ര ബാങ്ക് ഗവർണർ ഖാലിദ് മുഹമ്മദ് ബലാമയും രാജ്യത്തിന്റെ ബാങ്കിംഗ് ധനകാര്യ മേഖല ശക്തവും സ്ഥിരവുമാണെന്ന് ഉറപ്പു നൽകി. ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഇൻഷുറൻസ് കമ്പനികളും സാധാരണ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ചില നിക്ഷേപകർ ഇപ്പോഴും കാത്തിരുന്നു കാണാം എന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്.
സിംഗപ്പൂർ ആസ്ഥാനമായുള്ള പ്രമുഖ സമ്പദ് മാനേജരുമാരായ ബാങ്ക് ഓഫ് സിംഗപ്പൂർ DBS ഗ്രൂപ്പിന്റെ വിലയിരുത്തലും ഇതുതന്നെയാണ്. നിക്ഷേപകർ മേഖലയിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്, പക്ഷേ ഉടൻ തന്നെ വലിയ സാമ്പത്തിക നീക്കങ്ങൾ നടത്താൻ അവർ തയ്യാറല്ല. ഇതിനിടെ ചില ബിസിനസ് ഗ്രൂപ്പുകൾ UAEയിൽ പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകുകയും ചെയ്യുന്നു. ഗ്രാൻഡ്വേ ഫാമിലി ഓഫീസിന്റെ സഹസ്ഥാപകൻ ജെറമി ലിം അബുദാബിയിൽ പുതിയ ഫാമിലി ഓഫീസ് ആരംഭിക്കാൻ ശ്രമിക്കുകയാണെന്നും അറിയിച്ചു. UAE നേരിട്ട് യുദ്ധത്തിൽ ഇടപെടുകയും ഇറാനുമായുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമാണ് തന്റെ പദ്ധതികൾ മാറ്റാൻ സാധ്യതയുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ആഗോള സാമ്പത്തിക പ്രവാഹങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നത് വീണ്ടും വ്യക്തമായി കാണാം. ദുബായ് പോലുള്ള നഗരങ്ങൾ സാമ്പത്തിക ശക്തിയും നിക്ഷേപ സൗഹൃദതയും കൊണ്ട് ലോകത്തെ ആകർഷിച്ചിട്ടുണ്ടെങ്കിലും യുദ്ധഭീഷണി ഉയർന്നാൽ മൂലധനം അതിവേഗം സുരക്ഷിതം തേടി മറ്റിടങ്ങളിലേക്ക് മാറാൻ സാധ്യതയുണ്ടെന്നതും ഈ സംഭവവികാസങ്ങൾ തെളിയിക്കുന്നു.